ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പൈത്തന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. മൊഡ്യൂൾ വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്, വളരെ കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിൽ പൈത്തനെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രിഡിക്ഷൻ സീരീസ് കണ്ടുകൊണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് 100% എന്താണ് നല്ല മാർക്ക് കിട്ടും. പിന്നെ ഗ്യാപ്പ് വളരെ കുറവാണ്. പൈത്തൺ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പൈത്തന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മൊഡ്യൂൾ 1 നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, സിമ്പിളാണ് ഗൈസ്. പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 ഒരു പ്രത്യേകത, ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. നിങ്ങൾ തിയറി അറിയാമെങ്കിൽ, അതായത് നിങ്ങൾക്ക് വലുതായിട്ട് പ്രോബ്ലം ഒന്നും എഴുതാം, ഇപ്പോൾ ഒരു കോഡൊന്നും എഴുതാൻ അറിയില്ല എങ്കിൽ പോലും മൊഡ്യൂൾ 1 നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് വരുമെന്ന് അറിയോ? ഫസ്റ്റ് പാർട്ട് എയിൽ എത്രയാണ്? 3 മാർക്ക് വെച്ച് 2 ക്വസ്റ്റ്യൻ 6 മാർക്ക് വരും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡിൽ എത്രയാണ്? 9. അപ്പോൾ 15 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് 100% കിട്ടും. നിങ്ങളുടെ കയ്യിൽ നോട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ കംപ്ലീറ്റ് തിയറി നോട്ട്സും എക്സാമ്പിൾസും ഞങ്ങൾ തരാം. സോ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്താണ് എന്ന് പഠിക്കണം, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കണം. ഹെറിസ്റ്റിക്സ്, അതുപോലെ മീൻസ് ആൻഡ് അനാലിസിസ്. നിങ്ങൾ ഈ മീൻസ് ആൻഡ് അനാലിസിസും ട്രയൽ ആൻഡ് എറർ ഇതിൽ 100% എത്ര മാർക്കിന് ചോദിക്കും? 6 മാർക്കിന് ഷുവറാണ് മക്കളെ. അപ്പോൾ എന്താണ് എന്ന് അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 100% ഈ 6 ഒരു 4 മുതൽ 5 മാർക്ക് വരെ നിങ്ങൾക്ക് ഉറപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്ക് ട്രാക്കിംഗ്, കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ PVQയിൽ ചോദിച്ചത് ബാക്ക് ട്രാക്കിംഗ് ആണ്. ബാക്ക് ട്രാക്കിംഗ് വെച്ചിട്ട് നമ്മുടെ ഒരു പ്രോബ്ലത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചത്. നിങ്ങൾ കോഡൊന്നും എഴുതണ്ട, ആ ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഇനി പ്രോബ്ലം സോൾവിങ്ങും ആ ഒരു പ്രോസസ്സിലേക്ക് വരുമ്പം ഇവിടെ ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ന്യൂമറിക് ആയിട്ടുള്ള ഒരു കോഡിംഗ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിലും ഫസ്റ്റ് കമ്പ്യൂട്ടർ, അതിൻ്റെ ഇതെല്ലാം തിയറി പാർട്ടാണ് വരുന്നത്. പിന്നെ ഓരോ സ്റ്റെപ്പാണ്. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ആയാലും, ഫോർമുലേറ്റിംഗ് മോഡൽ ആയാലും, ഡെവലപ്പിംഗ് അൽഗോരിതം ആയാലും, ടെസ്റ്റിംഗ് ദ പ്രോഗ്രാം ആയാലും, ഇവല്യൂഷൻ ഓഫ് ദ സൊല്യൂഷൻ, ഇതെല്ലാം ആ ഓരോ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത് എന്നൊരു കൃത്യമായിട്ട് ഐഡിയ വയ്ക്കുക. അപ്പോൾ ഈ ഒരു പാർട്ടിലെല്ലാം എന്താണ്, നിങ്ങൾ കംപ്ലീറ്റ് തിയറി പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക, അതിൻ്റെ ഒരു എക്സാമ്പിളും പഠിക്കുക. ഇവിടെ ഓരോ പ്രോബ്ലംസും എടുത്ത് എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക. ഇനി വരുന്നത് മറ്റൊരു തിയറി പാർട്ടാണ്. അത് പൈത്തൻ്റെ തന്നെ എന്താണ് വേരിയബിൾസ് എന്ന് അറിയുക, അതിൻ്റെ ആപ്ലിക്കേഷൻ അറിയുക, സ്ട്രിംഗ് ഡേറ്റ ടൈപ്സ് അറിയുക. മാത്ത് മൊഡ്യൂൾ, ഇവിടെ നിന്ന് ഒരു കോഡിംഗ് പ്രോബ്ലം എന്തായാലും മക്കളെ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ മാത്ത് മൊഡ്യൂൾ വെച്ച് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുന്നത് എന്ന് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് പഠിച്ചിരിക്കണം. പിന്നെ എന്താ വരുന്നത്, ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് ലൈബ്രറി, അതും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് എത്ര മാർക്കിനാണ്? 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്? ഞാൻ പറഞ്ഞ ആ ഒരു തിയറി പഠിച്ചുകൊണ്ട് പോയാൽ 3 മാർക്ക് പുഷ്പം പോലെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കി, അടുത്തത് 1 2 3 4 5 എന്ന് പറയുന്ന ഒരു ഗിവൻ ഇൻപുട്ട് തന്നിട്ടുണ്ട്. ആ പൈത്തൺ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് ന്യൂമറിക്കൽ ആണ് എന്ന് ചെക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു കോഡ് സ്നിപ്പറ്റ് എഴുതാൻ വേണ്ടിയാണ്. ഇതും നിങ്ങൾക്ക് എന്താണ്, ആ ഫസ്റ്റ് പോർഷൻ തന്നെ പഠിക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലാവും. സോ ഇത് സിമ്പിളായിട്ട് എത്ര മാർക്ക് നേടാം? 3 മാർക്ക് നേടാം. ഇനി രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് ബിയിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്ത് അപ്ലൈ ചെയ്യാൻ, സുഡോക്കുയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എങ്ങനെ ബാക്ക് ട്രാക്കിംഗ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സ്പ്ലനേഷൻ ചെയ്യുക, എങ്ങനെയാണ് ബാക്ക് ട്രാക്കിംഗ്, ആ പ്രൊസീജിയർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. എന്നിട്ട് നോക്കുക, സർക്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പ്രോഗ്രാം എഴുതേണ്ടത്? റേഡിയസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം എന്തുപയോഗിച്ച്? മാത്ത് മൊഡ്യൂൾ. ഞാൻ പറഞ്ഞു, മാത്ത് മൊഡ്യൂളിൽ നിന്ന് 100% എന്ത് വരും? ഒരു ക്വസ്റ്റ്യൻ വരും. അതും ആ ഒരു പ്രോഗ്രാം എഴുതുന്നതിന് തന്നെയാണ്. സോ ആ പ്രോഗ്രാം എഴുതണം മാത്ത് മൊഡ്യൂൾ ഉപയോഗിച്ച്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് 100% എത്ര മാർക്ക്? 15 മാർക്ക് പുഷ്പം പോലെ മേടിക്കാൻ പറ്റുന്ന ഒരു ഫ്രീ ഹിറ്റ് ചാപ്റ്റർ ആണെന്ന് ഞാൻ പറയും. സോ കൂടുതൽ കണ്ടന്റുകൾക്കും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.